കുട്ടിപ്പാട്ടുകളും കുട്ടിക്കഥകളും കുട്ടിക്കുറുമ്പുകളുമായി ചിൽഡ്രൻസ് വേൾഡ്. ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരെന്താണെന്നറിയാമോ? കൊതിയനായ രാജാവും പാവം മീൻപിടുത്തക്കാരനും. പണ്ട് ഒരു രാജ്യത്ത് സുന്ദരമായൊരു ഗ്രാമമുണ്ട്. മലയും കുന്നുകളും പുഴയും ഒക്കെയുള്ള ഒരു കൊച്ചു ഗ്രാമം. അവിടെ ഉഗ്രസിംഹൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. കൊതിയനും ദുഷ്ടനും ആരോടും ദയയില്ലാത്തവനുമായിരുന്നു രാജാവ്. ആ ഗ്രാമത്തിൽ ഒരു പാവം മീൻപിടുത്തക്കാരനുണ്ട്. അവൻ്റെ പേരാണ് രാമു. നല്ല സന്തോഷമുള്ള വീടാണ് രാമുവിൻ്റേത്. പാവം രാമു എന്നും മീൻ പിടിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാമു മീൻ പിടിക്കാൻ പുഴക്കരയിലേക്ക് പോയി. ഉച്ചവരെ മീൻ പിടിക്കാനിരുന്നിട്ടും ഉച്ച കഴിഞ്ഞിട്ടും ഒരു പൊടിമീൻ പോലും രാമുവിന് കിട്ടിയില്ല. അവനാകെ സങ്കടമായി. അങ്ങനെയിരിക്കുമ്പോൾ അവൻ്റെ ചൂണ്ടയിൽ ഭാരമുള്ള എന്തോ തടഞ്ഞു. രാമു വേഗം ചൂണ്ട വലിച്ച് വെള്ളത്തിൽ നിന്നും പൊക്കി നോക്കി. അവനാകെ സങ്കടമായി. മീനിന് പകരം ചൂണ്ടയിൽ കുടുങ്ങിയത് ഒരു പെട്ടിയായിരുന്നു. അവൻ ചൂണ്ട വലിച്ച് വെള്ളത്തിൽ നിന്നും പെട്ടി പൊക്കിയെടുത്തു. അങ്ങനെ രാമു പെട്ടി തുറന്നു നോക്കി. പെട്ടി നിറയെ വിലപിടിച്ച രത്നങ്ങൾ കണ്ട് അവന് സന്തോഷമായി. പിറ്റേ ദിവസം ഈ വിവരം നാട്ടിലെങ്ങും പാട്ടായി. രാജാവും ഈ വിവരം അറിഞ്ഞു. രാജാവ് രാമുവിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. രാജാവ് രാമുവിനോട് വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. രാമുവിൻ്റെ രത്നമെല്ലാം തട്ടിയെടുത്ത് രാമുവിനെ വെറും കൈയോടെ പറഞ്ഞയച്ചു. പിറ്റേ ദിവസം രാമു ചൂണ്ടയിട്ട അതേ സ്ഥലത്ത് തന്നെ രാജാവും പോയി ചൂണ്ടയിട്ടു. എന്തിനാണെന്നറിയാമോ? രത്നപ്പെട്ടി കിട്ടാൻ. രാജാവിൻ്റെ ചൂണ്ടയിലും കുടുങ്ങി ഭാരമുള്ള ഒരു പെട്ടി. രാജാവ് വളരെ വിഷമിച്ച് ചൂണ്ട വലിച്ച് വെള്ളത്തിൽ നിന്നും പെട്ടി പൊക്കിയെടുത്തു. രാജാവ് പെട്ടി തുറന്നു നോക്കിയപ്പോൾ പെട്ടിയിലൊരു കരിമൂർക്കൻ പാമ്പ്. രാജാവ് പേടിച്ചു പോയി. അത് രാജാവിനെ കൊത്തിക്കൊന്നു. അത്യാഗ്രഹിയുടെ പ്രതിഫലം അത്യാഹിതം. ഇതാണ് ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. കൂട്ടുകാർക്കെല്ലാവർക്കും കഥ ഇഷ്ടമായോ?